നാളെ ആനിവേഴ്സറി ആയതുകൊണ്ട് രേവതിയുടെ വീട്ടിൽ നിന്ന് രേവതിയുടെ അമ്മ വരികയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ അങ്ങനെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങും കേട്ടോ. അങ്ങനെ ചന്ദ്ര രേവതിയോട് പറയും, എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണെന്ന് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ശരി അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറയും, അയ്യോ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നേ, എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറയും. അതിന് നിനക്ക് വേണ്ടിയിട്ട് ആരാ പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചായ പറഞ്ഞത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ രവിയുടെ ഒക്കെ മുഖം അങ്ങനെ മാറി തുടങ്ങും. എന്നിട്ട് പിന്നെ രേവതി ചായയൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ എന്തിനാ ഇപ്പോൾ വന്നേ ചോദിക്കും. അല്ല നാളെ വെറുതെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയല്ലേ, അതുകൊണ്ട് വന്നതാ എന്ന് പറയും. എന്നിട്ട് രേവതിയോട് ഒരു തട്ടെടുത്തിട്ട് വരാൻ പറയും കേട്ടോ. അപ്പോൾ തട്ടെടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയും, ഓ 50 പവൻ സ്വർണ്ണവും ഡയമണ്ടിൻ്റെ നെക്ലേസൊക്കെ കൊണ്ടുവന്ന പോലെ തട്ടെടുത്തോണ്ടിരാൻ പറയണേ, ഓരോരോ കാട്ടിക്കൂട്ടണേ എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ രവി ചോദിക്കും, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഷർട്ടിൻ്റെ തുണിയെങ്കിലും തന്നിട്ടുണ്ടോ, എന്നിട്ട് നീ വലിയ വർത്താനം പറയും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പിന്നെ ചന്ദ്രൻ മിണ്ടാതിരിക്കും. അതിന് ശേഷം തട്ടൊക്കെ എടുത്തിട്ട് കുറേ ബേക്കറി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തന്നെ വർഷം ശ്രീകാന്തും വരും കേട്ടോ. വർഷം ആൻറ്റി വന്നോ, ആനിവേഴ്സറി പ്രമാണിച്ച് വന്നതാവൂലേ, എന്തായാലും ആൻറ്റി ആ അരിനൂർക്കൊക്കെ കൊണ്ടുവന്നുണ്ടോ, അതൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ എടുത്ത് കൊടുക്കും കേട്ടോ. അതേ മോളെ ഇതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. അപ്പോൾ തന്നെ പൊട്ടിച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയും, അതൊന്നും തിന്നണ്ട, അതൊക്കെ പൊട്ട എണ്ണയിൽ ഉണ്ടാക്കിയതാവും, നീ എന്തിനാ അതൊക്കെ തിന്നണ വർഷം എന്ന് പറയുമ്പോൾ, അല്ലല്ല ഇതൊക്കെ നല്ല എണ്ണയിൽ ഞാൻ ഉണ്ടാക്കിയതാ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വർഷം പറയും, അത് കടയിൽ നിന്ന് വാങ്ങി തിന്നണേക്കാട്ടി നല്ലതല്ലേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തിന്നണത് എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ തട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം രേവതിക്കും സച്ചിക്കും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുണ്ടാവും, അതും കൊടുക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.